ഇപ്പോ നമ്മൾ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസും BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ യുവജനങ്ങളെ മത്സരിപ്പിക്കാൻ വേണ്ടി മത്സരം അതിന്റെ ഉള്ളിൽ നടക്കുകയാണ്. അത് തന്നെ ഇങ്ങനെ ഒരു മാതൃകയുണ്ട് എന്ന് CPM കാണിച്ചു കൊടുത്തത് കൊണ്ടാണല്ലോ. അപ്പൊ അതിലൊക്കെ നമുക്ക് സന്തോഷമുണ്ട്. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഞാനിവിടെ തന്നെ ഉണ്ടാകും, സജീവമായിട്ട് രാഷ്ട്രീയത്തിൽ തന്നെ ഉണ്ടാകും, തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടാകും എന്നാണ് കഴിഞ്ഞ ദിവസം മേയർ ആര്യ രാജേന്ദ്രൻ മലയാളി വാർത്തയോട് പ്രതികരിച്ചത്. പക്ഷേ തിരഞ്ഞെടുപ്പ് ശക്തമാകുന്നതിനിടെ മേയർ ആര്യ രാജേന്ദ്രൻ ആ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിന്ന് കോഴിക്കോടേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. മേയർ ആര്യ രാജേന്ദ്രനാണ് തിരുവനന്തപുരത്തിന്റെ നട്ടെല്ലായി പ്രവർത്തിച്ചത് എന്നിവരെ പറയുന്ന സഖാക്കന്മാരുള്ള നാടാണ് നമ്മുടേത്. തിരുവനന്തപുരത്തെ ഇന്നീ കാണുന്ന നിലയിലേക്ക് വികസിപ്പിച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണക്കാരി മേയർ ആര്യ രാജേന്ദ്രൻ തന്നെയെന്ന് പറഞ്ഞുകൊണ്ട് പല അവാർഡുകളും തിരുവനന്തപുരം കോർപ്പറേഷന്റെ പേരിൽ മേയർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് മുന്നിൽ പറയാൻ പറ്റില്ല എന്നുള്ള പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ പാർട്ടി മേയറെ കൈയൊഴിഞ്ഞു. നമുക്കറിയാം, കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് KK ശൈലജ എന്ന് പറയുന്ന ഒരു സഖാവിന്റെ പേരിൽ പാർട്ടി വലിയ ആത്മവിശ്വാസം ഉയർത്തിക്കൊണ്ട് പല കാര്യങ്ങളും ചെയ്തു കൂട്ടാൻ ശ്രമിച്ചു. പക്ഷേ മുഖ്യമന്ത്രി കസേര എന്ന് പറയുന്നത് KK ശൈലജയിലേക്ക് എത്തുമെന്നുള്ള സാഹചര്യം വന്നപ്പോൾ പാർട്ടി ചെറുതായിട്ട് അവരെ കൈയൊഴിയുന്ന അല്ലെങ്കിൽ ഒതുക്കി നിർത്തുന്ന ശ്രമമുണ്ടായിരുന്നു. ഇപ്പോൾ അതേ രീതിയിലേക്ക് മേയർ ആര്യ രാജേന്ദ്രനെയും ഒതുക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങളിലേക്കാണ് പാർട്ടി കടക്കുന്നതോ എന്നൊരു സംശയം നിലവിൽ നിൽക്കുന്നുണ്ട്. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം തദ്ദേശ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നത്. അതിൽ മേയറുടെ പേരില്ല എന്നത് മാത്രമല്ല, മേയറുടെ ഒരു സാന്നിധ്യം പോലും അവിടെ ഉണ്ടായിരുന്നില്ല പട്ടിക പ്രഖ്യാപനം ഉണ്ടായ സമയത്ത് എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉടലെടുത്തിരുന്നു. ഇപ്പോഴിതാ മേയർ അതിനൊക്കെ പിന്നാലെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സജീവമാകുന്ന സാഹചര്യത്തിലാണ് എന്നതിരിക്കെ പോലും ഇലക്ഷൻ കഴിയാൻ പോലും കാത്തു നിൽക്കാതെ കോഴിക്കോടേക്ക് പോകാനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നു. ഇത് പാർട്ടി തന്നെ കൈവിട്ടതിന്റെ പ്രതിഷേധം തന്നെയാണോ എന്നുള്ള സംശയം ജനങ്ങൾക്കുണ്ട്. എന്തായാലും മേയർ ആര്യ രാജേന്ദ്രൻ ആദ്യം പാർട്ടി ഈ പ്രഖ്യാപനം നടത്തിയപ്പോൾ മേയറിന്റെ സാന്നിധ്യമില്ല എന്നതും പാർട്ടിയിൽ മേയറെ കൈവിട്ടോ എന്നതുമായിരുന്നു വിവാദമായിട്ട് വിമർശനമായിട്ട് ഉന്നയിച്ചതെങ്കിൽ ഇപ്പോൾ മേയർ കോഴിക്കോടേക്ക് പോകുന്നു എന്നുള്ള പ്രഖ്യാപനം നടത്തുന്നതിന് പിന്നാലെ അതും വലിയ വിമർശനമായിട്ട് പ്രതിപക്ഷ പാർട്ടികളടക്കം രംഗത്ത് വരികയാണ്. രമേശ് ചെന്നിത്തല ഈ വിഷയത്തിൽ മേയർ ആര്യ രാജേന്ദ്രനെതിരെ വലിയ പരിഹാസം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. പരാജയപ്പെടുന്നതിന് മുമ്പ് മേയർ കോഴിക്കോടേക്ക് തിരിച്ചു പോയത് നന്നായി എന്നതാണ് രമേശ് ചെന്നിത്തലയുടെ പരാമർശം. ഇനി ഇവിടെ സ്ഥിരതാമസമാകാം എന്ന് ഇനി അവിടെ തന്നെ സ്ഥിരതാമസം ആകാമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. പാർട്ടി മത്സരിക്കാൻ പോലും സീറ്റ് നൽകാത്ത ഒരാളായിട്ട് മേയർ ആര്യ രാജേന്ദ്രൻ മാറുന്നു. അത്രയും വലിയ ദുർഭരണമാണ് മേയറുടെ കീഴിൽ ഇവിടെ തിരുവനന്തപുരത്ത് ഉണ്ടായത് എന്നുള്ളതാണ്. താൻ പോയിട്ടെങ്കിലും 2 വോട്ട് LDFന് ലഭിക്കട്ടെ എന്ന് വിചാരിച്ചു കാണും എന്ന് മേയറിനെ കുറിച്ച് രമേശ് ചെന്നിത്തല പറയുകയാണ്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ രമേശ് ചെന്നിത്തല ഇത്തരത്തിൽ മേയർ ആര്യ രാജേന്ദ്രനെ കുറിച്ച് വലിയ രീതിയിലുള്ള പരിഹാസങ്ങൾ നടത്തുമ്പോഴും മേയർ കോഴിക്കോടേക്ക് തന്നെ പോകും എന്നുള്ള ഒരു സൂചനകൾ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കോഴിക്കോടേക്ക് പാർട്ടി അനുമതി നൽകുകയാണെങ്കിലായിരിക്കും മേയർ പോകുക എന്നുള്ളതാണ് വിവരം. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന്റെ ഭാവി രാഷ്ട്രീയ തട്ടകമായിട്ട് കേന്ദ്രമായിട്ടൊരു പക്ഷേ കോഴിക്കോട് മാറാനുള്ള സാധ്യതകളുണ്ട് എന്ന് ചുരുക്കം. ബാലുശ്ശേരി MLA ആയ KM സച്ചിദേവനാണ് ആര്യയുടെ ജീവിത പങ്കാളി, ഭർത്താവ്. അദ്ദേഹം അവിടെയും മേയറും കുഞ്ഞും ചുമതലകളും ഒക്കെ ആയിട്ട് തിരുവനന്തപുരത്ത് നിൽക്കുന്നു എന്നുള്ള സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് രാഷ്ട്രീയ പ്രവർത്തനങ്ങളും താമസവും ഒരേ സ്ഥലത്തേക്ക് ആക്കാൻ വേണ്ടി കോഴിക്കോടേക്ക് പോകാനുള്ള തീരുമാനങ്ങൾ താല്പര്യങ്ങൾ എടുക്കുന്നത് എന്നുള്ളതാണ് വിവരം. പാർട്ടിക്ക് ഇക്കാര്യം സജീവമായി പരിഗണിക്കുന്നതായിരിക്കും എന്നുള്ള സൂചനയുമുണ്ട്. ബാലസംഘം സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കെ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായിട്ടാണ് മേയർ ആര്യ രാജേന്ദ്രൻ 21ാം വയസ്സിൽ അധികാരമേൽക്കുന്നത്. പക്ഷേ അന്ന് മുതൽ അധികാരമേറ്റ് അന്ന് വലിയ രീതിയിൽ ആളുകൾ ഒക്കെ അഭിമാനത്തോടെ മേയറിന്റെ പേര് അല്ലെങ്കിൽ സഖാക്കന്മാരൊക്കെ അഭിമാനത്തോടെ മേയറിന്റെ പേര് ഉച്ചരിച്ചതെങ്കിൽ ഇന്ന് കുറച്ച് ധൈര്യം കുറവാണ് ആ പേരുച്ചരിക്കാൻ. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ദുർവിനിയോഗം തന്നെയാണ്. 21ാം വയസ്സിൽ ഏറ്റവും പ്രായം കുറഞ്ഞ രാജ്യത്തെ മേയറായിട്ട് ആര്യ രാജേന്ദ്രൻ വന്നെങ്കിലും
ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തന്റെ ധാർഷ്ട്യവും സ്വഭാവത്തിലെ മാറ്റങ്ങളുമെല്ലാം സഖാക്കന്മാരും ജനങ്ങളും ശ്രദ്ധിക്കാൻ തുടങ്ങി. പാർട്ടിക്കുള്ളിൽ മുതിർന്ന നേതാക്കന്മാർക്ക് പോലും യാതൊരു വിലയും കൽപ്പിക്കാത്ത തരത്തിൽ ഒരു ധാർഷ്ട്യം മേയർ ആര്യ രാജേന്ദ്രനുണ്ടായിരുന്നു. അതിന്റെ പേരിൽ പല മുതിർന്ന നേതാക്കന്മാരും വിയോജിപ്പുകൾ അറിയിച്ചതും വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. അതിനുശേഷം വലിയ രീതിയിലുള്ള തിരിമറികളാണ് തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് നടന്നത്. ഇല്ലാത്ത പൊങ്കാലയുടെ പേരിൽ അടക്കം വലിയ രീതിയിൽ ഫണ്ട് തട്ടിപ്പ് നടത്തുകയും ഒക്കെ ചെയ്തത് വാർത്തകളിൽ ഇടം പിടിച്ചു. ഇതേ സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിച്ച മറ്റൊരു വിഷയം എന്ന് പറയുന്നത് KSRTC ഡ്രൈവറായ യദുവിന് നേരെയുള്ള മേയറിന്റെ കുതിരകയറൽ തന്നെയായിരുന്നു. വലിയ രീതിയിൽ ഞാനാണ് ഇവിടുത്തെ രാജാവ്, എന്റെ വഴിയിൽ മുന്നിൽ ഒരാൾ പോലും ഉണ്ടാകരുത് എന്നുള്ള രീതിയിലുള്ള ഒരു പെരുമാറ്റമായിരുന്നു മേയർ ആര്യ രാജേന്ദ്രന്റെയും ഭർത്താവിന്റെയും ഒക്കെ നേതൃത്വത്തിൽ അന്ന് ഉണ്ടായിരുന്നത്. ഇന്ന് യദു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ സ്വന്തം കുടുംബത്തെ നല്ല രീതിയിലൊന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ പോലും പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇതേ മേയർ തന്നെയാണ്. അത്തരത്തിൽ മേയറിന്റെ പ്രവർത്തന മികവുകൾ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മേയറിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് പാർട്ടിക്ക് പേരുദോഷം വന്ന ഒരുപാട് കാര്യങ്ങൾ എണ്ണി പറയാനുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് പാർട്ടി ചെറുതായിട്ടെങ്കിലും മേയറിനെ കൈവിടുന്നത് എന്നുള്ളൊരു പരിഹാസം നിലവിൽ ഉയരുന്നു. 2022 സെപ്റ്റംബറിൽ മേയറായിരിക്കെയാണ് SFIയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള സച്ചിൻ ദേവുമായിട്ട് വിവാഹം നടക്കുന്നത്. 2 വയസ്സുള്ള കുഞ്ഞാണ് ഇവർക്കിപ്പോഴുള്ളത്. MLA എന്ന നിലയിൽ സച്ചിൻ ദേവിന് ബാലുശ്ശേരിയും മേയർ എന്ന നിലയിൽ ആര്യയ്ക്ക് തിരുവനന്തപുരത്തും വിട്ടുനിൽക്കാനാവാത്ത സാഹചര്യത്തിലേക്ക് വന്നതോടുകൂടെ സ്വാഭാവികമായിട്ടും കോഴിക്കോടേക്ക് പോകാം എന്നുള്ള തീരുമാനമാണ് മേയർ ഇപ്പോൾ എടുക്കുന്നത്. CPM ജില്ലാ കമ്മിറ്റി അംഗവും DYFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമാണ് ആര്യ. DYFI സംസ്ഥാന നേതാവ് എന്ന നിലയിൽ കോഴിക്കോട് ഉൾപ്പെടെ മറ്റു ജില്ലകളിലും സംഘടനാ പരിപാടികളിലൊക്കെ സജീവമായി നിൽക്കുന്ന ഒരാൾ കൂടെയാണ് മേയർ. മികച്ച മേയറാണെന്ന് CPM അവകാശപ്പെടുന്ന സ്ഥിതിക്ക് ആര്യയെ എന്തുകൊണ്ട് തിരുവനന്തപുരത്ത് വീണ്ടും മത്സരിപ്പിക്കുന്നില്ല എന്നുള്ള ഒരു വിമർശനം അല്ലെങ്കിൽ ചോദ്യം കഴിഞ്ഞ ദിവസം BJP പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഉയർത്തിയിരുന്നു. തിരുവനന്തപുരത്ത് മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മാധ്യമം നടത്തിയിട്ടുള്ള ഒരു ചർച്ചയ്ക്കിടെ മുഖ്യ പാർട്ടികളുടെ സംസ്ഥാന അധ്യക്ഷന്മാരുടെ സംവാദത്തിനിടെയാണ് അങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കപ്പെട്ടത്. മേയറായിരുന്നയാളെ ഡെപ്യൂട്ടി മേയറാക്കാൻ വേണ്ടി മത്സരിപ്പിക്കേണ്ട സാഹചര്യമില്ല എന്നും നിയമസഭയിലേക്കോ പാർലമെന്റിലേക്കോ ആണ് പരിഗണിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അവിടെ മറുപടിയായിട്ട് പറയുകയും ചെയ്തു. ലോകം ശ്രദ്ധിച്ച മേയറാണ് ആര്യ എന്നും അതുകൊണ്ട് മേയർ ആര്യ രാജേന്ദ്രനെ കുറിച്ച് ഓർക്കുമ്പോൾ LDFന് CPMന് അഭിമാനമാണ് എന്നുള്ള പരാമർശങ്ങളൊക്കെയാണ് നേതാക്കന്മാർ ഉന്നയിക്കുന്നത്. പക്ഷേ ഇത്തരം പരാമർശങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എങ്കിൽ പോലും മേയർ കാര്യത്തോടടുക്കുമ്പോൾ മേയറിനെ കൈയൊഴിയുന്ന രീതിയിലുള്ള ചില നിലപാടുകൾ തീരുമാനങ്ങളൊക്കെയാണ് പാർട്ടിക്കുള്ളിൽ നിന്നുണ്ടാകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകുന്ന അന്ന് തന്നെ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുന്ന അന്ന് തന്നെ മേയർ ഒരു വൈകാരിക കുറിപ്പുമായിട്ട് രംഗത്തെത്തി. വലിയ രീതിയിൽ താൻ വളരെ ബുദ്ധിമുട്ടി വന്ന ഒരാളാണെന്നും ചെറുപ്പം മുതൽ തന്നെ അച്ഛനും അമ്മയ്ക്കും ഒപ്പം തന്നെ പ്രസ്ഥാനത്തിനൊപ്പം നിന്ന് കണ്ടു വളർന്ന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി പല കാര്യങ്ങളും പഠിച്ചു എന്നും തന്റെ പോരാട്ടം തുടരുമെന്നും ഒക്കെ വളരെ വൈകാരികമായിട്ടുള്ള കുറിപ്പായിരുന്നു മേയർ ആര്യ രാജേന്ദ്രൻ പങ്കുവച്ചത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പെട്ടെന്ന് താൻ കോഴിക്കോടേക്ക് പോകുന്നു എന്നുള്ള തീരുമാനവും മേയർ അറിയിക്കുന്നത്. ഇവിടെ ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന ഏറ്റവും അർഹതപ്പെട്ട ഒരാളായിട്ട് മേയറിന് നിൽക്കാൻ പറ്റുമായിരുന്നുവെങ്കിൽ പിന്നെ എന്തിനാണ് ആ തിരഞ്ഞെടുപ്പിന് ശേഷം പറയാൻ പറ്റുമായിരുന്നു ഈ ഒരു കാര്യം ഇത്രയും പെട്ടെന്ന് ഇത്രയും നേരത്തെ തന്നെ തീരുമാനിച്ചത് എന്നുള്ളതാണ്. തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അത്രയധികം നാളുകളൊന്നുമില്ല, 1-2 മാസം അത്രയും മാത്രമേ ഉള്ളൂ. ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പിന്റെ കാലം പോലും കാത്തിരിക്കാൻ പറ്റാതെ പെട്ടെന്ന് തന്നെ കോഴിക്കോടേക്ക് ചേക്കേറുന്നു എന്ന് പറയുന്നതിന്റെ വിരോധാഭാസമാണ് എന്തായാലും ജനങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. എന്തായാലും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താൻ സജീവമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുമെന്നാണ് കഴിഞ്ഞ ദിവസം മലയാളി വാർത്തയോട് മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞിരുന്നത്. ആര്യ രാജേന്ദ്രൻ മലയാളി വാർത്തയോട് പറഞ്ഞത് കൂടെ കാണാം. തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിജയിക്കാൻ ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും ഈ കാലഘട്ടത്തിലുണ്ട്. ജനങ്ങളെല്ലാം ചേർന്നുകൊണ്ട് ഇവിടെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇന്നിപ്പോ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു, കോർപ്പറേഷന്റെ സ്ഥാനാർത്ഥികളെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു. ജനങ്ങൾ ആകെ നിന്നുകൊണ്ട് ഇടതുപക്ഷ
സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ശുഭപ്രതീക്ഷ. ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ ആര്യ രാജേന്ദ്രന്റെ പേരാണ് ഇത്രയും കാലം നമ്മൾ കേട്ടത്. അപ്പോൾ ഇന്നത്തെ പ്രഖ്യാപനത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ 21 വയസ്സുള്ള ഒരു സ്ഥാനാർത്ഥി കൂടെ വരികയാണ്. ഒരു സന്തോഷമുണ്ടോ? തീർച്ചയായിട്ടും ആര്യ രാജേന്ദ്രൻ എന്നുള്ള ഒരു വ്യക്തിയിലല്ലല്ലോ ഇന്നത് ഒതുങ്ങി പോകേണ്ടത്. ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന കാഴ്ചപ്പാട് തന്നെ അങ്ങനെയാണ്. അതിന് ആര്യ രാജേന്ദ്രൻ ഒരു തുടക്കമായിട്ടുണ്ടാകാം. പക്ഷേ ഇതുപോലെയുള്ള യുവജനങ്ങൾ, വിദ്യാർത്ഥികൾ അടങ്ങുന്ന ഒരു വലിയ സമൂഹം രാഷ്ട്രീയ രംഗത്തേക്ക്, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചു വരാൻ ആവശ്യമായ എല്ലാ മുൻകരുതലും എല്ലാ പ്രവർത്തനവുമാണ് ഇടതുപക്ഷത്തിന്റെ ഭാഗമായി പ്രത്യേകിച്ച് CPIM എന്ന പ്രസ്ഥാനമുള്ളത്. അതുകൊണ്ട് വലിയ സന്തോഷമുണ്ട്. ഇപ്പോ നമ്മൾ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസും BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ യുവജനങ്ങളെ മത്സരിപ്പിക്കാൻ വേണ്ടി മത്സരം അതിന്റെ ഉള്ളിൽ നടക്കുകയാണ്. അത് തന്നെ ഇങ്ങനെ ഒരു മാതൃകയുണ്ട് എന്ന് CPM കാണിച്ചു കൊടുത്തത് കൊണ്ടാണല്ലോ. അപ്പൊ അതിലൊക്കെ നമുക്ക് സന്തോഷമുണ്ട്. അത് മാത്രമല്ല, ഈ ഫസ്റ്റ് പ്രഖ്യാപനത്തിന്റെ സമയത്ത് മേയറിന്റെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നില്ല എന്ന തരത്തിൽ ഇപ്പൊ ഒരു സംസാരം ഉണ്ടല്ലോ. എവിടെയായിരുന്നു? അല്ല, അതെന്റെ വ്യക്തിപരമായ കാര്യത്തിന് ഞാനത് പാർട്ടിയെയാണ് ഞാൻ ധരിപ്പിക്കേണ്ടത്. ഞാൻ കോഴിക്കോടാണ് ഉണ്ടായിരുന്നത്. കുഞ്ഞിനും ചെറിയ അല്ല, അങ്ങനെ എല്ലാ വിമർശനവും ചിലപ്പോൾ കാണാൻ നമുക്ക് സമയം കിട്ടുന്നില്ല. അത് പാർട്ടി ജില്ലാ സെക്രട്ടറിയാണ് നമ്മൾ ധരിപ്പിക്കേണ്ടത്. ഞാൻ ജില്ലാ സെക്രട്ടറി ധരിപ്പിച്ചിട്ടുമുണ്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം പാർട്ടി ജില്ലാ നേതൃത്വമാണ് നടത്തുന്നത്. സ്വാഭാവികമായും അന്ന് മറ്റൊരു ചെറിയ പേഴ്സണൽ അത്യാവശ്യം വന്നതുകൊണ്ട് കുഞ്ഞും ഞാനും കോഴിക്കോടാണ് ഉണ്ടായിരുന്നത്. അന്ന് രാത്രിയാണ് തിരിച്ചെത്തിയത്. അതിന്റെ തൊട്ടടുത്ത ദിവസം തൊട്ട് സംഘടനാപരമായി പാർട്ടി പ്രഖ്യാപിച്ചു കഴിഞ്ഞാലാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഇടപെടാൻ കഴിയും. അതിന്റെ തൊട്ടടുത്ത ദിവസവും ഇന്നലെയും ഒക്കെ വിവിധ വാർഡുകളിൽ ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്.